സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ എം.വി. ഗോവിന്ദൻ തികഞ്ഞ പരാജയമെന്ന് CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനം. തലസ്ഥാന ജില്ലയിലെ പാർട്ടിയിൽ സെക്രട്ടറിയാകാൻ ആരുമില്ല എന്ന പരാമർശത്തിലും എം.വി. ഗോവിന്ദനെതിരെ നിശിത വിമർശനമുയർന്നു. അതേസമയം പാർട്ടിയിൽ നേതൃമാറ്റത്തിന്റെ ആവശ്യം ഇപ്പോൾ ഇല്ല എന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ടി.പി. രാമകൃഷ്ണൻ പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാൻ ചേർന്ന തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി യോഗത്തിൽ എം.വി. ഗോവിന്ദന്റെ സാന്നിധ്യത്തിലായിരുന്നു വിമർശന വർഷം. ഭാര്യ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയായതോടെ സംസ്ഥാന സെക്രട്ടറി തിരഞ്ഞെടുപ്പ് കാലത്ത് കണ്ണൂർ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചത്. പാർട്ടിയുടെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു സെക്രട്ടറി ഉണ്ടായിട്ടില്ലെന്ന് മുതിർന്ന നേതാക്കൾ വിമർശിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ ജില്ലാ സെക്രട്ടറിയാകാൻ ആളില്ലെന്ന് പറഞ്ഞതിൽ എം.വി. ഗോവിന്ദൻ രൂക്ഷമായ വിമർശനമാണ് നേരിട്ടത്. ഗോവിന്ദൻ എന്നാണ് പ്രവർത്തനം തുടങ്ങിയെന്ന് എല്ലാവർക്കും അറിയാം. അക്കാലത്ത് തന്നെ ജില്ലയിലെ പാർട്ടിയിലുള്ളവരാണ് തങ്ങളെന്ന് മുതിർന്ന ജില്ലാ സെക്രട്ടറി അംഗം N. രതീന്ദ്രൻ തുറന്നടിച്ചു. മുൻ മേയർ ആര്യ രാജേന്ദ്രനെതിരെ വി. ശിവൻകുട്ടിയും രംഗത്ത് വന്നു. മുൻ മേയറെ പ്രചരണ വാഹനത്തിൽ കയറ്റിയപ്പോൾ സ്ത്രീകളിൽ നിന്ന് പോലും കടുത്ത പ്രതിഷേധമുണ്ടായി. 1400 വോട്ട് പ്രതീക്ഷിച്ച മുൻ മേയറുടെ വാർഡിൽ 5 വോട്ടിന് ലീഡ് മാത്രമാണ് ഉണ്ടായതെന്നും വി. ശിവൻകുട്ടി പറഞ്ഞു. തിരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ചേർന്ന CPIMന്റെ ജില്ലാ നേതൃയോഗങ്ങളിലെല്ലാം നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനമുണ്ട്. ഈ യോഗം ചേരുന്നത് നല്ല ശക്തമായ വിമർശനങ്ങൾ ഉയർത്തുന്നതിന് വേണ്ടിയാണ്. വിമർശനങ്ങൾക്കും ശരിയായ വിലയിരുത്തലുകൾക്കും പുതിയ നിർദ്ദേശങ്ങൾക്കും ഒക്കെ വേണ്ടിയാണ് ഈ കമ്മിറ്റികൾ ചേരുന്നത്. വിമർശനം ഉയർന്നുണ്ടെങ്കിലും പാർട്ടിയിൽ നേതൃമാറ്റം വേണ്ടെന്ന് മുതിർന്ന നേതാക്കൾ പ്രതികരിച്ചു. ഇതുവരെ നടന്ന ചർച്ചയിലോ നിലപാടുകളിലോ ഒരു നേതൃമാറ്റത്തിന്റെ ആവശ്യമുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഉയർന്നു വന്നിട്ടില്ല. നേതൃത്വം എന്തെങ്കിലും തിരുത്തൽ നടപടികൾക്ക് വിധേയമാകേണ്ടെങ്കിൽ അത് ജനങ്ങളുടെ അഭിപ്രായങ്ങളും പാർട്ടിക്കകത്ത് ഉയർന്നു വരുന്ന അഭിപ്രായങ്ങളും മനസ്സിലാക്കി ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുമ്പോട്ട് പോകും. വ്യക്തിയെ കേന്ദ്രീകരിച്ച് വിമർശനം നടത്തേണ്ട ആവശ്യമില്ലെന്നും തെരഞ്ഞെടുപ്പിൽ തോറ്റതുകൊണ്ട് തങ്ങളെ ഒരു പുല്ലും ചെയ്യാൻ ആർക്കും കഴിയില്ലെന്നും M. മണിയും പ്രതികരിച്ചു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.